നമസ്കാരം കൂട്ടുകാരെ, 2025 പുറത്തിറങ്ങി ആദ്യത്തെ വിജയചിത്രമായി മാറിയ രേഖാചിത്രം ആസിഫ് അലി, അനശ്വര രാജൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരുന്ന ചലച്ചിത്രം അതിലെ AI ടെക്നിക്കുകൾ കൊണ്ടും പുതിയ കഥാപറച്ചിൽ രീതി കൊണ്ടും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വേണുകുന്നപ്പള്ളി പ്രൊഡ്യൂസ് ചെയ്ത ചിത്രം സംവിധാനം ചെയ്തത് ജോഫിൻ ടി ചാക്കോ ആയിരുന്നു. ഗസ്റ്റ് റോളിൽ മമ്മൂട്ടിയടക്കം എത്തുന്നുണ്ട്. മമ്മൂട്ടിയുടെ പഴയ കാതോട് കാതോരം സിനിമ ലൊക്കേഷൻ ബേസ് ചെയ്ത് ഒരു കൊലപാതകാന്വേഷണമാണ് ചലച്ചിത്രത്തിന്റെ പ്രമേയം. ഏറെ പ്രേക്ഷക പ്രീതി നേടിയ തിയേറ്ററിൽ വിജയമായ ചലച്ചിത്രം നിലവിൽ OTTയിൽ എത്തിയിട്ടുണ്ട്. സോണി ലിവിലാണ് ചലച്ചിത്രം സ്ട്രീം ചെയ്യപ്പെടുന്നത്. കാണാൻ താല്പര്യപ്പെടുന്നവർ അവിടെ നിന്നും സിനിമ കാണുമല്ലോ. നമുക്ക് സിനിമയുടെ ചെറിയൊരു കഥാസംഗ്രഹം കേട്ടു നോക്കിയാലോ? കഥയിലേക്ക് കടക്കുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് രണ്ട് ചെറിയ പയ്യന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഒരാളുടെ പേര് സജീവൻ എന്നാണ്, മറ്റൊരാൾ ബേബിയുടെ മകൻ. ബേബിയുടെ മകനെന്ന് സജീവനോട് തന്റെ അപ്പൻ തലേദിവസം സിനിമയിൽ അഭിനയിച്ചല്ലോ, താനത് കണ്ടല്ലോ എന്ന് പറയുകയാണ്. സജീവനാണെങ്കിൽ അതൊരു പുളുവാണ് എന്ന മട്ടിൽ തള്ളിക്കളയാൻ തുടങ്ങി. എന്താ നീ കണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു. ബേബിയുടെ ഓർമ്മകൾ താൻ കണ്ട കാഴ്ചയിലേക്ക് നീണ്ടു. 4 പേർ ഒപ്പം ചേർന്ന് പായക്കെട്ടിൽ പൊതിഞ്ഞ ഒരു പെൺകുട്ടിയെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. കഥ അവിടെ നിന്നും CI ആയ വിവേക് ഗോപിനാഥിലേക്ക് തിരിയുന്നു. വിവേക് റമ്മികളിക്ക് അഡിക്റ്റ് ആയിരുന്നു. വിവരം പുറം ലോകം അറിയുകയും ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടായതുകൊണ്ട് വിവേകിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി. തന്റെ അച്ഛൻ ഗോപിനാഥിനൊപ്പമാണ് വിവേക് ജീവിക്കുന്നത്. റബ്ബർ തോട്ടമൊക്കെയുണ്ട്. റബ്ബർ വെട്ടലൊക്കെ കഴിഞ്ഞ് അച്ഛനൊപ്പം വിവേക് കുറെ സമയം ചെലവഴിക്കും. വിവേകിന് ഒരു പ്രണയവുമുണ്ട്. സെറീന എന്നാണ് വിവേകിന്റെ ഗേൾഫ്രണ്ടിന്റെ പേര്. ആളൊരു ജേർണലിസ്റ്റ് ആണ്. വാർത്താ മാധ്യമങ്ങളിലൊക്കെ വിവേകിന്റെ ഫോട്ടോ അടക്കം വന്നതുകൊണ്ട് എല്ലായിടത്തു നിന്നും വിവേകിന് അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം വിവേകിന് പോസ്റ്റിംഗ് കിട്ടി. പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടക്കമുള്ള പോസ്റ്റിംഗ് മലക്കപ്പാറയിലായിരുന്നു. കാട്ടുപ്രദേശമായ മലക്കപ്പാറ. വിവേക് വൈകാതെ അങ്ങോട്ടേക്ക് യാത്ര പുറപ്പെട്ടു. ഈ സമയം നമ്മൾ മറ്റൊരാളെ പരിചയപ്പെടുകയാണ്. രാജേന്ദ്രൻ എന്നാണ് അയാളുടെ പേര്. ആള് അല്പം സമ്പന്നനാണ്. ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറിയൊക്കെ കഴിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുവാൻ ഡോക്ടേഴ്സിന്റെ ഉപദേശമുണ്ടെങ്കിലും തന്റെ ജീവിതം അവസാനിക്കാറായി എന്നൊരു തോന്നൽ രാജേന്ദ്രനുണ്ടായിരുന്നു. രാജേന്ദ്രൻ അന്നൊരു ദിവസം മദ്യപിച്ച് മലക്കപ്പാറയ്ക്ക് പുറപ്പെട്ടു. വിവേക് മലക്കപ്പാറയ്ക്ക് പുറപ്പെട്ട അതേ ദിവസം തന്നെ വഴിയിൽ വെച്ച് യാദൃച്ഛികമായി ഇരുവരും കണ്ടുമുട്ടുന്നുമുണ്ട്. യാത്രയ്ക്കൊടുവിൽ വിവേക് പോലീസ് സ്റ്റേഷനിലെത്തി ചാർജ് എടുത്തു. രാജേന്ദ്രനാകട്ടെ മലക്കപ്പാറയിലെ ഒരു കാട്ടുപ്രദേശത്തേക്കായിരുന്നു ചെന്നത്. ഡ്രൈവറോട് അവിടെ കാത്തുനിന്നോളാൻ പറഞ്ഞ് മദ്യക്കുപ്പിയും എടുത്തുകൊണ്ട് അയാൾ കാടിനുള്ളിലേക്ക് നടന്നു. ഒടുവിൽ ഒരു മരം കണ്ടെത്തി അതിന്റെ ചോട്ടിലിരുന്നു. ഫേസ്ബുക്ക് ലൈവ് ഓൺ ചെയ്തു. അതിലൂടെ സംസാരിക്കാൻ തുടങ്ങി. എന്തോ ഒരു കുറ്റബോധം അയാളെ വല്ലാതെ പിടികൂടിയിരുന്നു. അയാൾ അതിൽ വെന്തു നീറിയിരുന്നു. ജീവിതത്തിൽ പണത്തിന് പിന്നാലെ പോയി ഒരുപാട് പണം സമ്പാദിച്ചെന്നും പക്ഷേ ഒരിക്കലും മനസ്സമാധാനം ഉണ്ടായില്ല, കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടെന്നുമൊക്കെ ആദ്യം രാജേന്ദ്രൻ വിശദീകരിച്ചു. പിന്നാലെ അതിനൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞ രാജേന്ദ്രൻ തന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. 1985 കാലഘട്ടത്തിലാണ് രാജേന്ദ്രനും ആലീസ് ജ്വല്ലറി ഉടമയായ വിൻസെന്റും ഫ്രാൻസിസ് തടത്തിലും കൂടി ആരെന്ന് പോലും അറിയാത്ത 18 വയസ്സുകാരി പെൺകുട്ടിയെ അവിടെ അടക്കം ചെയ്തത്. അടക്കം ചെയ്യുമ്പോ അവൾക്ക് ജീവനുണ്ടായിരുന്നു. എന്നിട്ടും അവളുടെ ശരീരത്തിലേക്ക് മണ്ണ് കോരിയിട്ട് അവരവളെ ഇല്ലാതാക്കി. അതിൽ നിന്നൊരുപാട് പണം കിട്ടി. പണത്തിന്റെ പങ്കുപറ്റി. അവിടെ നിന്ന് തുടങ്ങിയ യാത്രയായിരുന്നു രാജേന്ദ്രന്റേത്. ഇത്രനാളും ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി ഇതെല്ലാവരും അറിയും എന്ന് രാജേന്ദ്രൻ പറഞ്ഞു. പിന്നാലെ ഒരു വെടിയൊച്ച ഉയർന്നു കേട്ടു. സ്വയം വെടിയുതിർത്ത് രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്തിരുന്നു. വിവരം വളരെ വേഗത്തിൽ മീഡിയ ശ്രദ്ധയിലേക്കും പോലീസിന്റെ ശ്രദ്ധയിലേക്കും എത്തി. ചാർജ് എടുത്ത വിവേക് സംഭവ സ്ഥലത്തേക്കെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. വൈകാതെ അങ്ങോട്ടേക്ക് DYSP ആയ മോഹൻദാസും വന്നെത്തുകയാണ്. വൈകാതെ അവരുടെയും സുപ്പീരിയർ ഓഫീസർ SP അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. SPക്ക് അടുത്ത് മോഹൻദാസ് കാര്യങ്ങൾ വിശദീകരിച്ചു. SP പറഞ്ഞു, അവിടെ കുഴിക്കുവാനുള്ള അനുമതിയായിട്ടുണ്ട്. നാളെ നമ്മൾ അവിടം കുഴിച്ച് പരിശോധിക്കും. ഒരു ബോഡി കിട്ടിയാൽ നമുക്ക് ഒരു കേസ് കൂടിയായി. പറഞ്ഞ പോലെ അടുത്ത ദിവസം രാജേന്ദ്രൻ പറഞ്ഞ ചൂണ്ടിക്കാണിച്ചെടുത്ത് മൃതദേഹത്തിന്റെ അവശേഷിപ്പുകൾ വല്ലതുമുണ്ടോ എന്ന് പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് സർജൻ ഡോക്ടർ സാജന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഡിപ്പാർട്ട്മെന്റ് അംഗങ്ങളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആദ്യഘട്ട തിരച്ചിലിൽ കുഴിച്ചു പരിശോധനയിൽ ഒന്നും കിട്ടിയില്ല. പൊടുന്നനെ മഴ പെയ്യാനും ആരംഭിച്ചിരുന്നു. വിവേകിനാണെങ്കിൽ ഒരു ലീഡ് കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. തനിക്കുമേൽ വന്ന് പതിച്ചിരിക്കുന്ന ചൂതുകളിയുടെ അപമാനഭാരം അയാൾക്ക് ഒഴിവാക്കിയെടുക്കണമായിരുന്നു. അതിന് നല്ലൊരു കേസ് കിട്ടണം. ആ സമയത്ത് വിവേകിന്റെ ശ്രദ്ധയിൽ
കുറച്ച് തുണികൾ പെട്ടു. അത് ഫോളോ ചെയ്ത് നടത്തിയ കുഴിച്ച് പരിശോധനയിൽ വളർന്ന വേരിനടിയിൽ നിന്നും അസ്ഥിക്കൂടം കണ്ടെടുക്കുകയാണ്. ഒപ്പം മൃതദേഹത്തിൽ നിന്നും കിട്ടിയ ശേഷിപ്പുകളും. അതിൽ ഒരു കൊലുസ് പ്രധാനമായിരുന്നു. അതിനോടകം തന്നെ ഈ വിവരം ഏറെ സമ്പന്നനായ ആലീസ് ജുവല്ലറി ഉടമ വിൻസെന്റിന്റെ അടുത്തേക്കും എത്തുന്നുണ്ട്. മകനായിരുന്നു വിവരമെത്തിച്ചത്. വിൻസെന്റ് ചെറുതായൊന്ന് ഭയപ്പെട്ടെങ്കിലും മകന്റെ മുമ്പിൽ അത് പ്രകടമാക്കിയില്ല. വൈകാതെ ഫോറൻസിക് പരിശോധന നടന്നു. മരണപ്പെട്ടത് സ്ത്രീയാണ് എന്ന സ്ഥിരീകരണമുണ്ടായി. പക്ഷെ വയസ്സോ മറ്റ് വിവരങ്ങളോ അറിയില്ല. കിട്ടിയിരിക്കുന്നത് അസ്ഥിക്കൂടം മാത്രമാണ്. കൂട്ടത്തിൽ ഒരു കൊലുസും. മോഹൻദാസിനൊപ്പം CI ആയ വിവേകുമുണ്ടായിരുന്നു. മോഹൻദാസ് വിവേകിനോട് പറഞ്ഞു, ഇന്നലെ അവിടുത്തെ നിന്റെ പെർഫോമൻസ്, നീ ചെയ്ത പ്രവൃത്തികൾ SP കണ്ടിരുന്നു. നിന്നെയും ടീമിലെടുക്കാൻ SP പറഞ്ഞിട്ടുണ്ട്. വിവേകിന് വലിയ സന്തോഷം തോന്നി. അന്വേഷിക്കാൻ കിട്ടുന്ന നല്ലൊരു കേസിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന അവസരമാണ്. ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ പറ്റിയേക്കും. വൈകാതെ ടീം രൂപീകരിക്കപ്പെട്ട് DYSP മോഹൻദാസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. അസ്ഥിക്കൂടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരം കിട്ടാൻ 4 ദിവസം എടുക്കും. അതിനുള്ളിൽ കിട്ടിയ വിവരങ്ങൾ വെച്ച് അന്വേഷണം നടത്തണം. ആത്മഹത്യ ചെയ്ത രാജേന്ദ്രനെ പറ്റിയും രാജേന്ദ്രന്റെ ബാക്ക്ഗ്രൗണ്ടും അന്വേഷിക്കണം. കൂട്ടത്തിൽ വിൻസെന്റിനെ പറ്റിയും രാജേന്ദ്രനും വിൻസെന്റും തമ്മിൽ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്നതിനെ പറ്റിയുമൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പറഞ്ഞ ഫ്രാൻസിസ് തടത്തിൽ ആരാണ് എന്നൊരു പിടുത്തവുമില്ല. ഏറെക്കുറെ അതേ പ്രായമുള്ള നിരവധി ഫ്രാൻസിസ് തടത്തിൽമാർ, അവരെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന്റെ കൈവശമുണ്ട്. തങ്ങൾ അന്വേഷിക്കുന്നത് ആരാണ് എന്ന് ചോദ്യം ചെയ്യലിലൂടെ കണ്ടെത്തണം. മലക്കപ്പാറ ബേസ് ചെയ്ത് ടീം അന്വേഷണം ആരംഭിക്കുകയാണ്. വിവേക് രാജേന്ദ്രനെ പറ്റി അന്വേഷിച്ചു. രാജേന്ദ്രൻ അത്യാവശ്യം സമ്പത്തുള്ള വ്യക്തിയാണ്. ഭാര്യയുമായി സെപ്പറേറ്റഡ് ആയിരുന്നു. പോരാത്തതിന് ലിവർ സംബന്ധമായ അസുഖവും രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് തടത്തിൽ എന്ന പേരുള്ള നിരവധി വ്യക്തികളെ മീറ്റ് ചെയ്ത് രാജേന്ദ്രൻ പറഞ്ഞ ഫ്രാൻസിസ് തടത്തിലിനെ കണ്ടെത്താൻ വിവേക് ശ്രമം നടത്തി. പല ആളുകളുടെ അടുത്ത് പോയെങ്കിലും അവരൊന്നും വിവേക് അന്വേഷിക്കുന്ന ആളായിരുന്നില്ല. അന്വേഷണത്തിനിടയിൽ ഒരു വീട്ടിലേക്കും വിവേക് ചെല്ലുന്നുണ്ട്. പക്ഷേ അവിടെ ആകെയുണ്ടായിരുന്നത് ഫ്രാൻസിസിന്റെ മകനായിരുന്നു. അച്ഛൻ കണ്ണു ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലാണ് എന്നവൻ പറയുകയും ചെയ്തു. പോലീസ് പിന്നാലെ ആ പ്രദേശത്ത് ആ കാലയളവിൽ മിസ്സിംഗ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് അതിലെ പെൺകുട്ടികളെ തിരയാൻ തുടങ്ങി. കൂട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥന്റെ ചോദ്യം വിവേകിനെ തേടിയെത്തി. സാർ, കാണാതായ പെൺകുട്ടികൾ നോക്കുമ്പോ തട്ടിപ്പ് നടത്തി മുങ്ങിയ അങ്ങനെയുള്ള കേസും പരിഗണിക്കണോ? ഇപ്പോൾ വേണ്ടെന്നായിരുന്നു വിവേകിന്റെ മറുപടി. അങ്ങനെ കിട്ടിയ സൂചന വെച്ച് പത്രപരസ്യം കണ്ടുകൊണ്ട് പ്രായമേറിയ ഒരാൾ താമസിക്കുന്ന വീട്ടിൽ മകളെ കാണാനില്ലെന്ന് അയാൾ പണ്ട് കൊടുത്ത പത്രപരസ്യത്തിന്റെ വാല് പിടിച്ച് വിവേക് എത്തി. ആ അപ്പാപ്പനോട് വിവേക് സംസാരിച്ചു. തനിക്ക് കിട്ടിയ തെളിവായ കൊലുസ് കാണിച്ചു. അതോടെ അത് തന്റെ മകളുടെ കൊലുസാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ അപ്പാപ്പൻ കരയാൻ തുടങ്ങി. തനിക്കൊരു ലീഡ് കിട്ടി എന്ന് വിവേക് ആശ്വസിച്ചിരുന്നു. കണ്ടെത്തിയ വിവരങ്ങളെല്ലാം അടക്കം വിവേക് DYSP മോഹൻദാസിന് റിപ്പോർട്ട് ചെയ്തു. മോഹൻദാസ് അടുത്തതായി പറഞ്ഞത് ആലീസ് ജ്വല്ലറി ഉടമ വിൻസെന്റിനെ പറ്റി അന്വേഷിക്കാനായിരുന്നു. വിൻസെന്റിന്റെ ഒരു ബന്ധുവിനെ പറ്റിയുള്ള വിവരം പോലീസിന് കിട്ടിയിരുന്നു. അവരെ കാണുവാൻ വിവേക് എത്തി. ആ സ്ത്രീയിൽ നിന്നും വിവേക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. വിൻസെന്റ് ഏറെ ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലായിരുന്നു ജീവിച്ചിരുന്നത്. ചെറുപ്പത്തിലെ വിവേകിനെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ്. അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു വിവേകിനെ വളർത്തിയത്. ചെറുപ്പത്തിലെ പഠിക്കാൻ വളരെയധികം മിടുക്കനായിരുന്നു വിൻസെന്റ്. അൾത്താരപാലനായിരുന്നു. ഒരിക്കൽ ബിഷപ്പ് വന്നപ്പോ വിൻസെന്റ് അവിടെ നിന്ന് ബിഷപ്പിന്റെ കുട മോഷ്ടിച്ചു. അത് കൈയോടെ പിടികൂടപ്പെട്ടു. ബിഷപ്പ് ചോദിച്ചപ്പോ സ്കൂളിൽ പോവാൻ കുടയില്ല എന്നായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. ബിഷപ്പ് പിന്നാലെ അവനെപ്പറ്റി അന്വേഷിച്ചു. വിൻസെന്റിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയ ബിഷപ്പ് അവനെ പഠിക്കുവാനും മറ്റുമായി നല്ലൊരിടത്തേക്ക് അയച്ചു. പിന്നീട് ബിഷപ്പിന്റെ ഒപ്പം തന്നെയായിരുന്നു അവൻ. പഠനമൊക്കെ കഴിഞ്ഞപ്പോ ബിഷപ്പിന്റെ സഹായിയായി അവൻ വീണ്ടും മലക്കപ്പാറയിലെത്തി. പിന്നീട് അവൻ ബോംബെയിൽ പോയി. അവിടെ വെച്ചാണ് ആലീസിനെ പരിചയപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതുമൊക്കെ. പിന്നീടായിരുന്നു വിൻസെന്റ് അത്രമേൽ സമ്പന്നനായി മാറുന്നത്. കൂട്ടത്തിൽ ബന്ധുവായ ലേഡി വിവേകിനോട് ഒരു കാര്യം എടുത്തു പറഞ്ഞു. സാറി പറയുന്ന കാലഘട്ടത്തിൽ അവന് വലുതെന്തോ കിട്ടിയിട്ടുണ്ട്. അത് പിടിച്ച് അവൻ കേറിപ്പോയെ. വൈകാതെ വിൻസെന്റ് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കപ്പെട്ടിരുന്നു. പത്രക്കാരും വലിയൊരു സംഘം ആളുകളും അതുകൊണ്ട് തന്നെ അവിടെ മുമ്പേ ഉണ്ടായിരുന്നു. വിവേക് വിൻസെന്റിനോട് ചോദിച്ചു, നിങ്ങൾ താമസിച്ചിരുന്ന ഇടത്തു നിന്നും 6 കിലോമീറ്റർ അപ്പുറയാണ് ഈ സ്കെൽറ്റൻ കിട്ടിയത്. അതിനെപ്പറ്റി എന്തു പറയുന്നു? വിൻസെന്റ് പറഞ്ഞു, പിതാവാണ് എന്നെ പഠിപ്പിച്ചതും എന്റെ കാര്യങ്ങൾ നോക്കിയതും. പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോ പിതാവിനെ നോക്കുവാൻ പിതാവിന്റെ കൂടെ ഞാൻ പോയിരുന്നു. അദ്ദേഹം മലക്കപ്പാറയിൽ നിന്ന് വിശ്രമജീവിതം കഴിഞ്ഞ് പോകുന്നവരെ, അല്ല, അദ്ദേഹം മരിക്കുന്നവരെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. രാജേന്ദ്രൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കമ്പനിയുടെ ഫ്രണ്ട് ഓഫീസിൽ വിളിക്കാൻ 15 സെക്കൻഡ് സംസാരിക്കാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റിയോ? വിൻസെന്റ് മറുപടി പറയാൻ വന്നപ്പോഴേക്കും വിൻസെന്റിന്റെ അഡ്വക്കേറ്റ് ഇടയ്ക്ക് കയറി. കമ്പനിയുടെ ഫ്രണ്ട് ഓഫീസിലേക്ക് പലരും വിളിക്കുമെന്നും ഇമ്പോർട്ടന്റ് ആയ കോള് മാത്രമേ കണക്ട് ചെയ്ത് വിൻസെന്റിന്റെ അടുത്തെത്തൂ എന്നുമായിരുന്നു ധാർഷ്ട്യത്തോടെയുള്ള അയാളുടെ മറുപടി. വിവേകിന് അതത്ര രസിച്ചില്ല. വിവേക് അതോടെ ചോദ്യം ചെയ്യുമ്പോ അഡ്വക്കേറ്റ് അടുത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റിനെ ഒന്ന് കുടയുന്നുണ്ട്. വിൻസെന്റ് ഇടപെട്ടു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. അഡ്വക്കേറ്റ് പറഞ്ഞു, കുടിച്ച് ലക്കില്ലാത്ത രാജേന്ദ്രൻ
പോലീസുകാരൻ അയാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അത് സത്യമാവുമെന്നുണ്ടോ? വിവേക് പറഞ്ഞു. അയാൾ പറഞ്ഞത് പകുതി സത്യമാണെന്ന് തെളിഞ്ഞല്ലോ, ബാക്കി പകുതി കൂടി സത്യമാണോ എന്ന് നമുക്ക് നോക്കാം. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വിൻസെന്റും അഡ്വക്കേറ്റും പുറത്തു വരുമ്പോൾ മീഡിയക്കാർ വളഞ്ഞിരുന്നു. അവിടെ നിന്നും പോകുമ്പോ വിൻസെന്റ് തിരിഞ്ഞ് വിവേകിനെ ഒന്ന് നോക്കുകയും ചെയ്തു. അധികം വൈകാതെ DNA ചെക്കിംഗ് ഒക്കെ നടന്നു. ഒരപ്പാപ്പൻ തന്റെ മകളുടെ കൊലുസാണത് എന്ന് തിരിച്ചറിഞ്ഞിരുന്നല്ലോ. ആ അപ്പാപ്പന്റെയും അസ്ഥികൂടത്തിന്റെയും DNA ആയിരുന്നു ടെസ്റ്റ് ചെയ്തത്. റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും എന്നൊരു പ്രതീക്ഷയും വിവേകിനുണ്ടായിരുന്നു. എന്നിരുന്നാലും വിവേകിനെ ഞെട്ടിച്ചുകൊണ്ട് റിസൾട്ട് നെഗറ്റീവായി വരികയാണ്. വൈകാതെ ആ വിവരം ആ ഫാമിലിയെ വിളിച്ചറിയിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആ അപ്പാപ്പൻ മരണപ്പെട്ടു എന്ന വിവരം അറിയുന്നത്. അതോടെ വിവേകിന്റെ മുമ്പിലെ ആ വഴി അടഞ്ഞു. ഇനി എന്തു ചെയ്യും? വിവേക് കേസ് ഫയലും ആയിരുന്ന് ഒരുപാട് ആലോചിച്ചു. പെട്ടെന്നാണ് മുമ്പൊരു ഉദ്യോഗസ്ഥൻ ചോദിച്ച ഓർമ്മ വിവേകിന്റെ മനസ്സിലേക്ക് വന്നത്. സാറേ, തട്ടിപ്പ് നടത്തി മുങ്ങിയവരെയും ഇതിൽ ഉൾപ്പെടുത്തണോ എന്ന്. അന്ന് വിവേക് അത് വേണ്ടെന്ന് പറഞ്ഞിരുന്നു. വിവേകിന് അതൊന്ന് നോക്കിയാലോ എന്ന് തോന്നി. ആ കേസ് രജിസ്റ്റർ ചെയ്തിരുന്ന സ്റ്റേഷനിലേക്ക് വിവേക് എത്തുകയാണ്. അവിടുത്തെ സ്റ്റേഷൻ ഓഫീസറുമായി വിവേക് സംസാരിച്ചു. മിസ്സിംഗ് ആയ പെൺകുട്ടി, ആ പെൺകുട്ടി തന്നെയായിരുന്നു തിരോധാനത്തിന് പിന്നിലുള്ള പ്രതിയും. വിശ്വാസവഞ്ചനയൊക്കെയാണ് കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഫയലുകൾ പരിശോധിച്ചു. ഒടുവിൽ ആ കേസ് ഫയൽ കിട്ടി. പഴയ ഡോക്യുമെന്റ് ആയതുകൊണ്ട് പലതും ചിതറിതിന്നിരുന്നു. അതിൽ നിന്ന് കേസ് കൊടുത്ത വ്യക്തിയുടെ ഡീറ്റെയിൽസ് വിവേകിന് കിട്ടുകയാണ്. മിസ്റ്റർ ചന്ദ്രപ്പൻ എന്ന വ്യക്തിയായിരുന്നു കേസ് കൊടുത്തിരുന്നത്. കേസ് ഫയലിലുള്ള ചന്ദ്രപ്പന്റെ അഡ്രസ്സിലേക്ക് വിവേക് അന്വേഷിച്ചു ചെന്നെങ്കിലും ചന്ദ്രപ്പൻ അവിടെ ഉണ്ടായിരുന്നില്ല. വൈകാതെ ചന്ദ്രപ്പൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന വിവരം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിച്ച വിവേക് നേരെ ഫെഫ്കയുടെ ഓഫീസിൽ ചെന്നു. ചന്ദ്രപ്പൻ പഴയൊരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നുവെന്നും മുമ്പ് ചെറിയ പ്രശ്നങ്ങളുണ്ടായി ഫെഫ്കയിൽ നിന്നും അയാളെ പുറത്താക്കിയിട്ടുണ്ടെന്നും അയാളുടെ പുതിയ അഡ്രസ്സൊക്കെ ഉണ്ട് എന്നും വിവേക് മനസ്സിലാക്കുകയാണ്. ഫെഫ്ക ഓഫീസിൽ നിന്നും വിവേകിന് ചന്ദ്രപ്പന്റെ അഡ്രസ്സും ലഭിച്ചു. വിവേകിനോട് വിവരം പങ്കുവെച്ച വ്യക്തി ചന്ദ്രപ്പനിൽ നിന്ന് വിവരം അറിയണമെങ്കിൽ ഒരു കുപ്പിയും വാങ്ങി നേരെ പോയാൽ മതി സാറേ എന്നും പറയുന്നുണ്ട്. വിവേക് ചിരിക്കുന്നുണ്ടായിരുന്നു. കാര്യം വിവേകിന് മനസ്സിലായി. ചന്ദ്രപ്പൻ നന്നായി മദ്യപിക്കുന്ന ആളാണ്. കിട്ടിയ അഡ്രസ്സിലേക്ക് ഒരു കുപ്പിയും വാങ്ങി വിവേകം കൂടെയുള്ള ഓഫീസറും കൂടി കടന്നു ചെന്നു. ചന്ദ്രപ്പനെ കണ്ട് കുപ്പി കൊടുത്ത് വിവേക് സംസാരിക്കുകയാണ്. ചന്ദ്രപ്പനോട് ചാലക്കുടി സ്റ്റേഷനിൽ 1985 ചന്ദ്രപ്പൻ കൊടുത്ത പരാതിയെപ്പറ്റി വിവേക് തിരക്കി. ചന്ദ്രപ്പൻ പണ്ട് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ കൊടുത്തിരുന്നു. ആ കൂട്ടത്തിൽ അഭിനയിക്കാൻ വന്ന ഒരു പെൺകുട്ടി, രേഖ എന്നായിരുന്നു അവളുടെ പേര്. മമ്മൂട്ടിയുടെ നായികയാക്കാമോ എന്ന് ചോദിച്ച ചന്ദ്രപ്പനടുത്ത് വന്ന പെൺകുട്ടിയാണ്. ചന്ദ്രപ്പൻ അന്നേ തന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിരുന്നു. അന്നാണ് കാതോട് കാതോരം സിനിമ മലക്കപ്പാറ ഭാഗത്ത് ഷൂട്ട് ചെയ്യുന്നത്. ഒരു പാട്ട് സീനിൽ മമ്മൂട്ടിയുടെ പുറകെ നിൽക്കാൻ ഐശ്വര്യമുള്ള കുറച്ച് പെൺകുട്ടികൾ വേണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ചന്ദ്രപ്പൻ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ അന്ന് രേഖയുമുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ രേഖ അവിടെ നിന്ന് മുങ്ങി. അതോടെ വലിയ കോലാഹലമായി. അന്നൊന്നും എളുപ്പത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കിട്ടില്ല. ഷൂട്ട് നിർത്തിവെക്കേണ്ട അവസ്ഥ വരെ വന്നു. ചന്ദ്രപ്പന് അന്നതിന്റെ പേരിൽ ഒരുപാട് പഴികേട്ടിരുന്നു. അന്നൊക്കെ ഷൂട്ട് മുടങ്ങിയാൽ മദ്രാസി എന്ന് ഫിനാൻസ് മാനേജർ വിളിക്കും. ആ വിളിക്ക് കാരണം പറയണമെങ്കിൽ അതിനൊരു സ്ട്രെങ്ത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരന്ന് ചാലക്കുടി സ്റ്റേഷനിൽ രേഖയ്ക്കെതിരെ പരാതി കൊടുത്തത്. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ചില തട്ടിപ്പ് കേസൊക്കെ ചേർത്തിട്ടായിരുന്നു അന്നത്തെ ഇൻസ്പെക്ടർ കേസ് എഴുതിയത് എന്നും ചന്ദ്രപ്പൻ ഓർത്തു പറഞ്ഞു. പിന്നീടും എവിടെയെങ്കിലും വെച്ച് അവളെ കാണുമോ എന്ന് ഞാൻ തിരഞ്ഞെങ്കിലും കണ്ടിട്ടേ ഇല്ലെന്നായിരുന്നു ചന്ദ്രപ്പന്റെ മറുപടി. രേഖയെപ്പറ്റി കൂടുതൽ വിവരം വല്ലോ അറിയോ എന്ന് വിവേക് ചോദിച്ചെങ്കിലും ചന്ദ്രപ്പന് ഒന്നും അറിവുണ്ടായിരുന്നില്ല. അവളെപ്പറ്റി ഓർത്തെടുത്ത് അവളുടെ രൂപം പറയാമോ എന്ന് ചോദിച്ചപ്പോ അതിനെന്താ, കഴിഞ്ഞ ആഴ്ചയും കൂടി കണ്ടതല്ലേ എന്നായിരുന്നു ചന്ദ്രപ്പന്റെ മറുപടി. വിവേക് ഒന്ന് ഞെട്ടി. കഴിഞ്ഞ ആഴ്ചയോ എന്ന് ചോദിച്ചപ്പോ ആദ്യ ദിവസം അവള് ഷൂട്ടിങ്ങിൽ അഭിനയിച്ച പാട്ടുണ്ടല്ലോ, ആ പാട്ട് സീനിൽ ഇപ്പോഴും അവളുണ്ട്, ടിവിയിൽ കാണാമല്ലോ എന്നായിരുന്നു ചന്ദ്രപ്പന്റെ മറുപടി. വിവേക് കാതോട് കാതോരത്തിലെ സോങ് ടിവിയിൽ കണ്ടു. അതിലഭിനയിച്ച രേഖയെയും നോക്കിക്കണ്ടു. ദേവദൂതർ പാടിയെന്ന ഗാനത്തിൽ മമ്മൂട്ടിയുടെ കൂടെ നിന്നിരുന്ന കന്യാസ്ത്രീമാരിൽ ഒരാൾ രേഖയായിരുന്നു. കിട്ടിയ വിവരങ്ങളുമായി വിവേക് ഡിവൈഎസ്പി മോഹൻദാസിനെ കണ്ടു. വിവരങ്ങൾ പങ്കുവച്ചു. രേഖയുടെ ശിരോവസ്ത്രമൊക്കെ മാറ്റിയുള്ള ഒരു ചിത്രം വരച്ച് പുറത്തു വിട്ടാലോ എന്നൊരു ചോദ്യം വിവേക് ചോദിച്ചെങ്കിലും ഇപ്പോൾ അത് വേണ്ട, മമ്മൂട്ടിയുടെ ഒപ്പം അഭിനയിച്ച നായികയാണ്, സെൻസിറ്റീവ് ഇഷ്യൂ ആണ്, കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം, നമ്മുടെ ഭാഗം സ്ട്രോങ് ആക്കിയിട്ട് മതി എന്നായിരുന്നു മോഹൻദാസിന്റെ മറുപടി. പിന്നാലെ വിവേക് ഒരു കാര്യം കൂടി പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് രാജേന്ദ്രന്റെ ഫോണിലേക്ക് വന്നിരുന്ന കോളുകളിൽ തുടർച്ചയായി കോൾ വന്നിരുന്ന ഒരു ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്നായിരുന്നു. ഒരു വർഷമായി രാജേന്ദ്രനെ വിളിക്കാൻ മാത്രമേ ആ സിം ഉപയോഗിച്ചിട്ടുള്ളെന്നും പഴയൊരു നോക്കിയ N73 ഫോണാണ് അതിനുപയോഗിച്ചിരിക്കുന്നത് എന്നും കിട്ടിയ വിവരം മോഹൻദാസിനോട് വിവേക് പങ്കുവച്ചു. കൂടെയുള്ള പോലീസുകാരൻ ഡീറ്റെയിൽസ് വിശദീകരിച്ചു. IMEI നമ്പർ വെച്ച് പരിശോധിച്ചപ്പോ കൂടുതലും ആ ഫോണും സിമ്മും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലും പരിസരത്തുമാണ്
എന്നായിരുന്നു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. സെക്കൻഡ് ഹാൻഡ് ഫോൺ വിൽക്കുന്ന കടകളിൽ അന്വേഷിച്ച ആളെ കിട്ടും എന്ന് മോഹൻദാസ് മറുപടി പറയുകയും ചെയ്തു. അധികം വൈകാതെ രേഖയുടെ സ്കെച്ച് തയ്യാറായി. വിവേകിന്റെ അന്വേഷണം രേഖയെ ചുറ്റിപ്പറ്റി തിരിയാൻ തുടങ്ങി. അന്ന് ജൂനിയർ ആർട്ടിസ്റ്റായി കാതോട് കാതോരം സിനിമയിൽ അഭിനയിച്ച മൃദുല എന്ന സ്ത്രീയെ വിവേക് പോയി കണ്ടു. രേഖയെപ്പറ്റി കൂടുതലൊന്നും തനിക്കറിയില്ലെന്നും പക്ഷെ അന്ന് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചുപോയ വണ്ടിയിൽ രേഖയില്ലായിരുന്നെന്നും അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇതേസമയം മറുവശത്ത് രേഖയുടെ ചിത്രം അഡ്വക്കേറ്റ് മുഖേന വിൻസെന്റിന്റെ കയ്യിലെത്തി. രേഖയുടെ ചിത്രം കണ്ടതും വിൻസെന്റ് ഒന്ന് ഞെട്ടിയിരുന്നു. വൈകാതെ വിവേകിനെ തേടി മറ്റൊരു വിവരവും എത്തി. രാജേന്ദ്രനെ തുടർച്ചയായി വിളിച്ചിരുന്ന ആ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതുപയോഗിക്കുന്ന വ്യക്തിയുടെ പേര് സജീവൻ എന്നാണ്. ആ ഫോൺ അവൻ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. വിവേക് വൈകാതെ കാതോട് കാതോരം സിനിമ പ്രൊഡ്യൂസ് ചെയ്ത സെവൻ ആർട്സിന്റെ ഓഫീസിലേക്ക് എത്തി. പ്രൊഡ്യൂസർ സെവൻ ആർട്സ് മോഹൻ അവിടെ ഉണ്ടായിരുന്നു. മോഹനുമായി വിവേക് സംസാരിച്ചു. ഷൂട്ടിംഗ് മുടങ്ങിയ കാര്യം തന്റെ ഓർമ്മയിൽ നിന്ന് മോഹൻ ഓർത്തു പറഞ്ഞു. കമലായിരുന്നു അന്ന് ഭരതൻ സാറിന്റെ അസോസിയേറ്റ് എന്നും പണിക്കർ സാറാണ് അന്ന് സ്റ്റിൽസ് കൈകാര്യം ചെയ്തതെന്നും ജോൺ മാത്യു ആയിരുന്നു തിരക്കഥ സംഭാഷണമൊക്കെ എഴുതിയതെന്നും പണിക്കർ സാറുടെ അടുത്ത് നിന്ന് അന്നത്തെ ലൊക്കേഷന്റെ നെഗറ്റീവ്സോ സ്റ്റിൽസോ വല്ലതും കിട്ടിയാൽ എത്തിക്കാമെന്നുമൊക്കെ മോഹൻ വിവേകിനോട് പറയുന്നുണ്ട്. ജോൺ പോൾ മരണപ്പെട്ടു പോയല്ലോ, ജോൺ പോളിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയുവാൻ ചരിത്രം എന്നിലൂടെ എന്ന് പറഞ്ഞ് ജോൺ പോൾ ചെയ്ത സഫാരി TVയിലെ സീരീസ് വിവേക് കണ്ടു നോക്കുകയാണ്. വിവേകിന്റെ കൂടെ അന്ന് ഫോറൻസിക് സർജനായ ഡോക്ടർ സാജനും ഉണ്ടായിരുന്നു. പിന്നാലെ ജോൺ പോളിന്റെ ഇന്റർവ്യൂവിലെ ഒരു പ്രസക്ത ഭാഗം വിവേക് കേട്ടു. കാതോട് കാതോരം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ കാലിൽ കൊലുസിട്ടിരുന്ന ഒരു കന്യാസ്ത്രീ തന്റെ അടുത്ത് വന്നുവെന്നും ജോൺ പോൾ അല്ലേ എന്ന് ചോദിച്ച ശേഷം സാറാണോ ഞങ്ങളുടെ മമ്മൂട്ടിയെ മൊട്ടയടിപ്പിച്ചത് എന്ന് ചോദിച്ച് അത് മോശമായി പോയെന്ന് പറഞ്ഞ് എന്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അവൾ നടന്നുപോയെന്നും ജോൺ പോൾ പറയുന്നുണ്ടായിരുന്നു. ജോൺ പോൾ പറഞ്ഞ വാചകങ്ങളും അതിലെ പാദസരവുമൊക്കെ അത് രേഖ തന്നെയായിരിക്കും എന്ന തോന്നൽ വിവേകിന്റെ ഉള്ളിലുണ്ടാക്കി. വിവേക് അടുത്തതായി കാണാൻ പോയത് സംവിധായകൻ കമലിനെയായിരുന്നു. കാതോട് കാതോരത്തിൽ കമൽ അസോസിയേറ്റ് ആയിരുന്നു. ജോൺ പോളിന്റെ ഇന്റർവ്യൂവിൽ കൊലുസിന്റെ കാര്യം പറഞ്ഞ കാര്യമൊക്കെ വിവേക് കമലിനോട് ചോദിച്ചു. കമലും ജോൺ പോൾ ഇതേ കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും തന്റെ ഉണ്ണികളെ എന്ന കഥ പറയാം എന്ന സിനിമയുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്താണെന്നും അതിലെ നായികയായി അതുപോലൊരു പെൺകുട്ടിയായിരുന്നു അങ്കിളിന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നും കമൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റു വിവരങ്ങളൊന്നും രേഖയെപ്പറ്റി കമലിനും അറിവുണ്ടായിരുന്നില്ല. മറുവശത്ത് വിൻസെന്റും കൂട്ടരും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പോലീസ് തങ്ങളിലേക്കെത്തിയാൽ പ്രശ്നമാവും എന്നറിഞ്ഞ വിൻസെന്റ് അഡ്വക്കേറ്റിനെ വിട്ട് മന്ത്രിയടക്കം ഭീഷണിപ്പെടുത്തി. മന്ത്രിക്ക് കൊടുത്ത കൈക്കൂലി കണക്കുകളൊക്കെ പുറത്തുവിടും എന്ന തരത്തിലായിരുന്നു ഭീഷണി. അതോടെ രാഷ്ട്രീയ സമ്മർദ്ദം വന്നു. ഇതിനിടയിൽ കുറച്ചാളുകൾ ചന്ദ്രപ്പനെ കൊണ്ടുപോയി തെളിവുകൾ അവശേഷിക്കാത്ത രീതിയിൽ മദ്യം കൊടുത്ത് ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. വൈകാതെ ആ വിവരവും എത്തി. കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയാണത്രേ. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വിവേകിനെ ട്രാഫിക്കിലേക്ക് മാറ്റുകയും ചെയ്തു. വിവേക് ട്രാഫിക്കിൽ കഷ്ടപ്പെട്ട് ജോലി നോക്കാൻ ആരംഭിച്ചു. ഒരിക്കൽ ട്രാഫിക്കിൽ വിയർത്ത് കുളിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി വിൻസെന്റ് കടന്നുപോയി. വിൻസെന്റ് പുച്ഛഭാവത്തിൽ ചിരിച്ച് വിവേകിനെ ഒന്ന് നോക്കുകയും ചെയ്തു. ഇതിന് പിന്നിലൊക്കെ എന്തുകൊണ്ടെന്ന് വിവേകിന് കാര്യമായി സംശയം കനക്കുന്നുണ്ടായിരുന്നു. വിവേക് സുഹൃത്തുകൂടിയായ ഫോറൻസിക് സർജൻ ഡോക്ടർ സാജനെ കാണാനെത്തി. തന്റെ നിരാശയും മറ്റും ഡോക്ടർ സാജനോട് വിവേക് പറഞ്ഞിരിക്കെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ സലീമും സംഘവും കയറി വന്നു. അവിടെ നിന്ന് രേഖയുടെ അസ്ഥി കൊണ്ടുപോവാനായിരുന്നു അയാളുടെ വരവ്. സലീം കൈക്കൂലിക്കാരനാണ്. മൊത്തത്തിൽ കേസിനോടൊരു താല്പര്യവുമില്ലാതെ കേസ് ഇല്ലാതാക്കാൻ നടക്കുന്ന വ്യക്തി. അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് ഡോക്ടർ സാജനും വിവേകിനും അടക്കം അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നാലെ സാജനടുത്തെത്തിയ വിവേക് ഏറെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറഞ്ഞു, സാക്ഷിയായ ചന്ദ്രപ്പൻ മരിക്കുന്നു, അന്വേഷണത്തിന്ന് ഞങ്ങളെയൊക്കെ മാറ്റുന്നു, ആകെ ഉണ്ടായിരുന്ന എവിഡൻസായ അസ്ഥി ദേ എടുത്തുകൊണ്ട് പോകുന്നു, നമ്മളിനി എന്തു ചെയ്യും സാറേ? എന്തു വേണേ ചെയ്യാം, നിനക്കെന്തും ചെയ്യാൻ പറ്റും എന്നായിരുന്നു ഡോക്ടർ സാജന്റെ മറുപടി. ഇതുവരെ കണ്ടുപിടിച്ചതല്ലേ, അവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റൂ, ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് പറ്റില്ലല്ലോ എന്ന സാജന്റെ വാക്കുകൾ വിവേകിന് മോട്ടിവേഷൻ കൊടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥൻ താനല്ലെങ്കിലും അന്വേഷണവുമായി മുമ്പോട്ട് പോവാൻ വിവേക് തീരുമാനിച്ചു. വിവേക് പിന്നാലെ കമലിൽ നിന്നറിഞ്ഞ വിവരപ്രകാരം പള്ളാശ്ശേരി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിനെ കാണാൻ പോവുകയാണ്. പണ്ട് ഞാനടക്കമുള്ള മാഗസിനുകളിൽ എഴുതിയിരുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുകയാണ്. വിവേക് അയാളെ കണ്ട് സംസാരിച്ചു. കാതോട് കാതോടത്തിന്റെ സെറ്റിൽ അന്ന് മമ്മൂട്ടിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പള്ളാശ്ശേരി പോയിരുന്നു. പക്ഷേ ഏറെ നേരം കാത്തിരുന്ന പള്ളാശ്ശേരിക്ക് ദേഷ്യം വന്നു. അന്ന് പള്ളാശ്ശേരിയുടെ പേനത്തുമ്പിൽ സ്റ്റാറുകളൊക്കെ വിയർത്തിരുന്ന കാലമാണ്. പള്ളാശ്ശേരി കനപ്പിച്ച് ചോദിച്ച ചോദ്യം മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെടാതെ എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റ് പോകുന്ന മമ്മൂട്ടിയുടെ ചിത്രം പള്ളാശ്ശേരി പകർത്തിയിരുന്നു. ആ ചിത്രം അന്ന്
പെട്ടെന്ന് നാനയിൽ പ്രസിദ്ധീകരിച്ചു വന്നു. ആ ചിത്രത്തിൽ രേഖയും പതിഞ്ഞിരുന്നു. പള്ളാശ്ശേരിയിൽ നിന്ന് ആ ചിത്രം കിട്ടിയ വിവേക് അന്ന് ആ ചിത്രത്തിൽ രേഖയ്ക്കൊപ്പം കാണപ്പെട്ട മറ്റൊരു കന്യാസ്ത്രീയായിട്ടുള്ള വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ അന്വേഷണത്തിൽ അതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല എന്ന വിവരമായിരുന്നു വിവേകിന് ലഭിച്ചത്. അത് യഥാർത്ഥത്തിൽ ശരിക്കുമുള്ളൊരു കന്യാസ്ത്രീ തന്നെയായിരുന്നു. സിനിമ ഷൂട്ടിംഗ് നടന്ന ആ പള്ളിക്ക് സമീപമുള്ള മഠത്തിൽ ജീവിച്ചിരുന്ന കന്യാസ്ത്രീ സ്റ്റെഫി എന്നായിരുന്നു അവരുടെ പേര്. അധികം വൈകാതെ വിവേക് അവരെ കാണാനെത്തി. രേഖയെ അവർ നന്നായി ഓർക്കുന്നുണ്ടായിരുന്നു. രേഖയെപ്പറ്റി തനിക്കറിയാവുന്ന വിവരങ്ങൾ അവർ വിവേകിനോട് പങ്കുവെക്കുകയാണ്. കാതോട് കാതോരം സിനിമയുടെ ഷൂട്ടിംഗ് അവരുടെ മഠത്തിനോട് ചേർന്നുള്ള പള്ളിയിൽ നടക്കുന്ന സമയം സിസ്റ്റർ സ്റ്റെഫിക്ക് മമ്മൂട്ടിയെ കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ മദർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. വിവരമറിഞ്ഞാൽ പ്രശ്നമാവുമോ എന്ന് കൂട്ടത്തിലുള്ള കന്യാസ്ത്രീ ഭയന്നു. സ്റ്റെഫിയും അതോടെ ആഗ്രഹം വേണ്ടെന്ന് വെച്ചു. മറുവശത്ത് ഷൂട്ടിംഗ് നടക്കുന്നയിടത്ത് അതേസമയം രേഖയുണ്ടായിരുന്നു. തന്റെ കന്യാസ്ത്രീ വേഷമൊക്കെ ധരിച്ച് ഷൂട്ടിങ്ങിന് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മമ്മൂട്ടി വരുന്നത്. ഷൂട്ടിംഗ് സെറ്റിലേക്ക് മമ്മൂട്ടി വരുന്നത് കണ്ടതും മമ്മൂട്ടിയുടെ വലിയ ആരാധകനായ രേഖ മമ്മൂട്ടിയെ കാണുവാൻ ഭക്ഷണം കഴിക്കുന്നത് പോലും മാറ്റിവെച്ച് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാൻ ശ്രമിച്ചു. ആ ഓട്ടത്തിനിടയിൽ രേഖയുടെ കന്യാസ്ത്രീ വസ്ത്രം ഒരിടത്ത് കൊളുത്തി കീറി. മമ്മൂട്ടിയെ കാണാൻ രേഖയ്ക്ക് പറ്റിയില്ലെന്ന് മാത്രമല്ല, വസ്ത്രം കീറിയത് അവൾക്ക് ദുഃഖമാവുകയും ചെയ്തു. ടൈലറുടെ അടുത്ത് ചെന്ന് ഇതൊന്ന് തയ്ച്ചു തരുമെന്ന് ചോദിച്ചെങ്കിലും കീറിയത് പൊത്തിപ്പിടിച്ചങ്ങ് അഭിനയിച്ചാൽ മതി എന്നായിരുന്നു അയാളുടെ മറുപടി. എന്ത് ചെയ്യുമെന്നറിയാതെ രേഖ നിന്നു. ആ സമയത്താണ് അടുത്തുള്ള മഠം രേഖയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ കന്യാസ്ത്രീ മഠത്തിലേക്ക് രേഖ കടന്നു ചെന്നു. പുറത്ത് സിസ്റ്റർ സ്റ്റെഫി തന്റെ ജോലിയിലായിരുന്നു. സ്റ്റെഫിക്ക് അടുത്തെത്തി രേഖ സംസാരിച്ചു. തനിക്ക് ഒരു കന്യാസ്ത്രീ വേഷം തരാമോ എന്ന് ചോദിച്ചു. ഉടുപ്പ് തരാമെന്ന് പറഞ്ഞ സ്റ്റെഫി തിരികെ രേഖയോടൊരു സഹായം ചോദിച്ചു. മമ്മൂട്ടിയെ കാണാൻ നീ എനിക്ക് അവസരമുണ്ടാക്കി തരണം എന്നായിരുന്നു അത്. രേഖ അവസരം മുതലെടുത്തു. നുണ പറഞ്ഞു. മമ്മൂട്ടിയെ കാണാലോ, എന്തിനാ, ഓട്ടോഗ്രാഫ് വരെ വാങ്ങുകയും ചെയ്യാം, ഉച്ച കഴിയുമ്പോ താൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ സ്റ്റെഫി രേഖയ്ക്ക് കന്യാസ്ത്രീ വസ്ത്രവും കൊടുത്ത് പറഞ്ഞു വിട്ടു. കന്യാസ്ത്രീ വസ്ത്രം ധരിച്ച് രേഖ പ്രാക്ടീസ് തുടങ്ങി. ഉച്ചതിരിഞ്ഞ് പ്രാക്ടീസ് നടക്കുമ്പോഴാണ് സ്റ്റെഫി അങ്ങോട്ടേക്ക് വരുന്നത്. രേഖ സ്റ്റെഫിക്ക് അടുത്ത് ചെന്ന് നുണ പറഞ്ഞ് സ്റ്റെഫിയെ മടക്കിവിടാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും സമയമുണ്ട്, താൻ കാത്തുനിന്നോളാം എന്നൊക്കെയായിരുന്നു സ്റ്റെഫി പറഞ്ഞത്. അപ്പോഴേക്കും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ അതുവഴി വന്നു. രേഖ മാറിയിട്ടിരിക്കുന്ന കന്യാസ്ത്രീ വസ്ത്രം കണ്ടതും അത് വ്യത്യസ്തമാണല്ലോ എന്നയാൾ നോട്ട് ചെയ്തു. ഇതെവിടുന്ന എന്ന് ചോദിച്ചപ്പോ താൻ സംഘടിപ്പിച്ചു, ചേട്ടൻ തയ്ച്ചു തന്നില്ലല്ലോ എന്നായിരുന്നു രേഖയുടെ ചോദ്യം. ഇതൊന്നും ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ അയാൾ രേഖയോട് കൂടെ ചെല്ലാൻ പറഞ്ഞു. പിന്നാലെ സിനിമയ്ക്ക് മാച്ച് ചെയ്ത് മറ്റൊരു കന്യാസ്ത്രീ വസ്ത്രം കൊടുത്തു. രേഖ അത് ധരിച്ച് പുറത്തു വന്നു. അപ്പോഴും സ്റ്റെഫി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റെഫിക്ക് അടുത്തേക്ക് രേഖ നടന്നു വന്നു. സ്റ്റെഫിയോട് സംസാരിച്ചു. മമ്മൂട്ടി ചേട്ടന്റെ നായികയാവണം തനിക്ക് എന്ന ആഗ്രഹം രേഖ സ്റ്റെഫിയോട് പറഞ്ഞു. മമ്മൂട്ടിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് രേഖ വിളിക്കുന്നത് സ്റ്റെഫിക്ക് കൗതുകമുണ്ടാക്കിയിരുന്നു. താൻ മമ്മൂട്ടിക്ക് കത്തുകൾ എഴുതാറുണ്ടെന്നും മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞ കത്തുകൾ എഴുതിയിരുന്നത് എന്നും രേഖ സ്റ്റെഫിയോട് ആ സമയം പറഞ്ഞിരുന്നു. ആ സമയത്താണ് അവളിട്ടിരിക്കുന്ന കൊന്ത ശരിയല്ലെന്ന് പറഞ്ഞ് കോസ്റ്റ്യൂമിൽ ഒരാൾ അവളെ ഒച്ചയെടുത്തത്. സ്റ്റെഫി അത് നോക്കിക്കണ്ടിരുന്നു. പിന്നാലെ രേഖ സ്റ്റെഫിയോട് സത്യം പറഞ്ഞു. താൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്നും മമ്മൂട്ടിയുടെ അടുത്ത് പോവാൻ പോലും തനിക്ക് പറ്റിയിട്ടില്ല എന്നും. രേഖയുടെ വിഷമം സ്റ്റെഫിക്ക് മനസ്സിലാവുമായിരുന്നു. നിനക്ക് നിന്റെ മമ്മൂട്ടി ചേട്ടനെ കാണണോ എന്ന് ചോദിച്ച സ്റ്റെഫി രേഖയുടെ കൈപിടിച്ച് പള്ളാശ്ശേരിക്ക് മുമ്പിൽ ഇന്റർവ്യൂവിന് ചെന്നിരുന്ന മമ്മൂട്ടിയെ കാണാൻ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ സമയത്താണ് പള്ളാശ്ശേരിയുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ മമ്മൂട്ടി ഇന്റർവ്യൂവിനിടയിൽ എഴുന്നേറ്റ് പോരുന്നത്. രേഖയും സ്റ്റെഫിയും നിന്നിരുന്ന ഭാഗത്തേക്കായിരുന്നു മമ്മൂട്ടി നടന്നു വന്നത്. അങ്ങനാണ് അന്ന് പള്ളാശ്ശേരി പകർത്തിയ ചിത്രത്തിൽ രേഖയും സ്റ്റെഫിയും പെടുന്നതും. പക്ഷേ രേഖയും സ്റ്റെഫിയും തമ്മിലുള്ള സൗഹൃദം അവിടെ നിന്നും വളരുകയായിരുന്നു. അന്ന് രാത്രിയിൽ പുറത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കനത്ത മഴ പെയ്തു. അതോടെ ഷൂട്ടിംഗ് തൽക്കാലത്തേക്ക് നിർത്തി പള്ളിക്കകത്തേക്ക് മാറ്റുകയും ചെയ്തു. ആ സമയം രേഖ സ്റ്റെഫിയുമായി സംസാരിച്ചു. രേഖയോട് അന്ന് അവിടെ നിന്ന് പോവണ്ടെന്നും മഠത്തിൽ നിൽക്കാമെന്നും സ്റ്റെഫിയായിരുന്നു പറഞ്ഞത്. അങ്ങനെ സ്റ്റെഫി തന്നെ രേഖയെ മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മഠത്തിലെത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അവിടെയുള്ള ഏവരെയും സ്റ്റെഫി രേഖയ്ക്ക് പരിചയപ്പെടുത്തി. ശേഷം ഏവരും ഭക്ഷണം കഴിക്കാനിരുന്നു. മഠത്തിലെ ജോലികളൊക്കെ നോക്കിയിരുന്ന അന്തേവാസിയായ പുഷ്പം എന്ന പെൺകുട്ടിയായിരുന്നു അവർക്കൊക്കെ ഭക്ഷണം വിളമ്പിയത്. അവൾ ഇറച്ചിക്കറി കൊണ്ടുവന്നപ്പോ രേഖ തനിക്ക് ഇറച്ചി വേണ്ടെന്ന് പറഞ്ഞു. അടുത്ത ദിവസം സിനിമയിൽ രേഖയ്ക്ക് ഒരു ഡയലോഗ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന അവസരം വന്നിരുന്നു. രേഖ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലുമായിരുന്നു. അന്നവിടെ മദർ സുപ്പീരിയർ ഉണ്ടായിരുന്നുമില്ല. അവരെന്തോ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു. രേഖയെ സുഖമായി ഉറങ്ങാൻ വിട്ട് സ്റ്റെഫി തിരികെ പോന്നു. പിറ്റേന്ന് പുലർച്ചെ മദറിന്റെ ഓഫീസ് ക്ലീൻ ചെയ്യാൻ തങ്കമ്മ ചേച്ചി ചെന്നു. അപ്പോഴായിരുന്നു ഞെട്ടലോടെ തങ്കമ്മ ആ കാഴ്ച കണ്ടത്. മദറിന്റെ ഓഫീസിലെ ലോക്കർ തുറക്കപ്പെട്ടിരിക്കുന്നു. പണവും സ്വർണവും അടക്കം ഒരുപാട് വസ്തു മോഷണം പോയിരിക്കുന്നു. രേഖയെയും കാണാനില്ല.
ആതുര സേവനത്തിന് ഡൊണേഷനായി കിട്ടിയ തുകയാണ് മോഷണം പോയിരിക്കുന്നത്. വളരെ വലിയ തുകയാണ്. പള്ളിയുടെ വക ഒരു ആശുപത്രി നിർമ്മിക്കാൻ പലയിടത്തുനിന്നായി ഡൊണേഷൻ കിട്ടിയ പണമായിരുന്നു. വലിയ തുക മോഷണം പോയതുകൊണ്ട് തന്നെ സഭയുടെ മുകൾ തലത്തിൽ നിന്ന് വരെ അന്വേഷണം വന്നു. അന്ന് സ്റ്റെഫിക്ക് ഏവരുടെയും മുമ്പിൽ വലിയ കുറ്റക്കാരിയായി നിൽക്കേണ്ടി വന്നിരുന്നു. രേഖയെ മഠത്തിലേക്ക് കൊണ്ടുവന്നു എന്ന ഒറ്റ കാരണത്താൽ. അതിനുശേഷം രേഖയെപ്പറ്റി ഒരു വിവരവും താൻ കേട്ടിട്ടില്ല എന്ന് സ്റ്റെഫി വിവേകിനോട് പറഞ്ഞു. വിവേക് ചോദിച്ചു, ഇത്ര വലിയ മോഷണമായിരുന്നിട്ടും എന്താ പോലീസിൽ പരാതി കൊടുക്കാതിരുന്നത്? വലിയ തോതിൽ ആതുര സേവനം നടത്തുന്ന ഒരു സഭയായിരുന്നു ഞങ്ങളുടേത്. മോഷണം പോയ തുക പലരിൽ നിന്നും ഡൊണേഷൻ കിട്ടിയതാണ്. അത്തരത്തിൽ ലഭിക്കുന്ന തുക ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നറിഞ്ഞാൽ അത് തങ്ങളുടെ ഫ്യൂച്ചർ ഡൊണേഷൻസിനെ ബാധിക്കുമോ എന്ന് വിചാരിച്ച് കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു എന്നും സ്റ്റെഫി വ്യക്തമാക്കി. അന്ന് മഠത്തിലുണ്ടായിരുന്നവരെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന വിവേകിന്റെ ചോദ്യത്തിന് താൻ സഹായിക്കാം. രേഖയെപ്പറ്റി തനിക്കും അറിയണം, അവൾ ആരായിരുന്നു എന്നറിയണം എന്ന് സ്റ്റെഫി വിവേകിനോട് ഉറപ്പ് പറഞ്ഞു. ഈയൊരു സമയത്താണ് വിൻസെന്റിന്റെ ഭാര്യ ആലീസിന് രോഗം കൂടി ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. വിവേക് സ്റ്റെഫിയെ പോയി കണ്ട വിവരവും മറ്റും അഡ്വക്കേറ്റ് മുഖേന വിൻസെന്റ് അറിയുന്നുമുണ്ട്. പക്ഷേ വിൻസെന്റിന് സ്റ്റെഫിയെ വലിയ പരിചയമുണ്ടായിരുന്നില്ല. മറുവശത്ത് മീഡിയയെ ഉപയോഗിച്ച് രാജേന്ദ്രൻ ഒരു ബോധവുമില്ലാത്ത മനുഷ്യനാണെന്ന് വരുത്തി തീർക്കാനും വിൻസെന്റ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. വിവേക് ഇക്കാര്യങ്ങൾ ജേർണലിസ്റ്റ് കൂടിയായ തന്റെ ഗേൾഫ്രണ്ട് സെറീനയോട് ഡിസ്കസ് ചെയ്തു. ഈ കാര്യത്തിൽ സെറീനയുടെ ഒരു സഹായം തനിക്ക് വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. വൈകാതെ സിസ്റ്റർ സ്റ്റെഫിയുടെ കോൾ വന്ന് സ്റ്റെഫിയെ കാണാൻ വിവേക് ചെന്നു. അന്ന് മഠത്തിലുണ്ടായിരുന്ന പുഷ്പവും തങ്കമ്മ ചേച്ചിയുടെ കുടുംബവും. അതിൽ പുഷ്പം സംഭവം കഴിഞ്ഞ് കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോ സ്ട്രിക്റ്റായ മദറിന്റെ ഭരണം സഹിക്കാൻ പറ്റാതെ മഠം ഉപേക്ഷിച്ചു പോയി. തങ്കമ്മ ചേച്ചിയുടെ ഭർത്താവ് ബേബിയും ഇപ്പോ മരണപ്പെട്ടു. ബേബി ചേട്ടന്റെ മകൻ ആലപ്പുഴയിലുണ്ട്. അതിന്റെ അഡ്രസ് സ്റ്റെഫി വിവേകിന് കൊടുത്തു. അവിടെ ചെന്നാൽ എന്തെങ്കിലും വിവരം കിട്ടോ എന്ന് നോക്കാനും വിവേകിനോട് പറഞ്ഞു. കിട്ടിയത് ആരുടെ അസ്ഥിയാണ് എന്ന് DNA വെച്ച് തെളിയിച്ചാൽ മാത്രമേ അതൊരു സ്ട്രോങ് ആയി എവിഡൻസ് ആവുള്ളൂ എന്നും അതുകൊണ്ട് രേഖയെപ്പറ്റി എങ്ങനെയും മനസ്സിലാക്കണം എന്നും വിവേക് സ്റ്റെഫിയോട് പറയുന്നുണ്ടായിരുന്നു. പിന്നാലെ സ്റ്റെഫി കൊടുത്ത അഡ്രസ് വിവേക് നോക്കി. ആ സമയം ഒരു സൂചനയും വിവേകിന് കിട്ടുന്നുണ്ടായിരുന്നു. രാജേന്ദ്രനെ തുടർച്ചയായി വിളിച്ചിരുന്ന ഒരു സജീവൻ ആലപ്പുഴയിൽ ഇലഞ്ഞിത്തറ ഭാഗത്തു നിന്നാണെന്ന് അവർക്ക് മുമ്പ് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ബേബിയുടെ അഡ്രസ് കൊടുത്തിരിക്കുന്നതും ഇലഞ്ഞിത്തറ തന്നെയാണ്. വിവേക് വൈകാതെ ഇലഞ്ഞിത്തറയ്ക്ക് പുറപ്പെട്ടു. സജീവനെ ട്രാക്ക് ചെയ്യലായിരുന്നു ഉദ്ദേശം. മറുവശത്ത് വിവേക് പറഞ്ഞിട്ട് സെറീന സിസ്റ്റർ സ്റ്റെഫിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തു. ഇതിനിടയിൽ സജീവനെ പറ്റി കുറച്ച് വിവരങ്ങൾ കൂടി വിവേകിന് കിട്ടി. സജീവൻ കുറച്ച് പ്രശ്നക്കാരനാണ്. കാപ്പ ആക്ടിൽപ്പെടുത്തി തൃശൂരിൽ നിന്ന് നാടുകടത്തിയതാണ് അവനെ. സജീവനുള്ള ലൊക്കേഷൻ കിട്ടിയതോടെ അങ്ങോട്ടേക്ക് വിവേക് കടന്നു ചെന്നു. അവിടെ സജീവനും സജീവന്റെ കൂടെ ഉണ്ടായിരുന്ന ബേബിയുടെ മകനുമായും വിവേകിനൊരു കയ്യാങ്കളിയിൽ ഏർപ്പെടേണ്ടി വരുന്നുണ്ട്. ഒടുവിൽ അവരെ അടിച്ച് താഴെയിട്ട് വിവേക് അവരോട് വിവരങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി. സജീവനും ബിനുവും കൂടി തങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു. ബിനു ബേബിയുടെ മകനാണ്. ചെറുപ്പകാലത്ത് തന്റെ അച്ഛൻ സിനിമയിൽ അഭിനയിച്ചു എന്ന് ബിനു സജീവനോട് പറഞ്ഞിരുന്നു. അന്ന് കാതോട് കാതോരം സിനിമ റിലീസാകുമ്പോൾ ബിനുവിന്റെ അച്ഛൻ അഭിനയിച്ചത് കാണാൻ സജീവനടക്കം കാത്തുനിന്നു. പക്ഷേ സിനിമയിൽ അങ്ങനൊരു സീൻ ഉണ്ടായിരുന്നില്ല. വീണ്ടും തുടർച്ചയായി പല ഘട്ടത്തിലും കാതോട് കാതോരം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ദേവദൂതർ പാടി എന്ന സോങ്ങും വളർന്നു കഴിഞ്ഞപ്പോഴാണ് ബിനു കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന തിരിച്ചറിവ് സജീവനും ബിനുവിനും ഉണ്ടാകുന്നത്. അപ്പോഴേക്കും ബേബി അവശതയിലായി കഴിഞ്ഞിരുന്നു. കിടപ്പിലായ ബേബിയിൽ നിന്ന് കള്ളുകൊടുത്ത് വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ സജീവനും ബിനുവും കൂടി തീരുമാനിച്ചു. ബേബിക്ക് മദ്യം കൊടുത്ത് ബേബിയും രാജേന്ദ്രനും വക്കച്ചനും കൂടി അന്ന് ഒന്നിച്ച് ഒരു പെൺകുട്ടിയാണെന്ന് പൊക്കിക്കൊണ്ടുപോയതെന്നും കുഴിച്ചിട്ടത് എന്നുള്ള വിവരവും അതിന് പണം കിട്ടി എന്ന വിവരവും ബേബിയിൽ നിന്ന് വിൻസെന്റും ബിനുവും മനസ്സിലാക്കി. ബേബി പറഞ്ഞ വാക്കുകളിൽ ആളുകളുടെ പേര് പറഞ്ഞപ്പോ പ്രാഞ്ചി എന്നും വക്കച്ചനുമെന്നുമായിരുന്നല്ലോ ഉപയോഗിച്ചത്. അത് കേട്ട ബിനുവിനും സജീവനും അത് വിൻസെന്റും ഫ്രാൻസിസ് തടത്തിലുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആകെ മനസ്സിലായ രാജേന്ദ്രനെ അവർ ട്രാക്ക് ചെയ്തു. രാജേന്ദ്രൻ ഇപ്പോൾ കുറച്ച് സമ്പന്നനാണ് എന്ന് മനസ്സിലാക്കിയവർ തങ്ങളറിഞ്ഞ വിവരം പുറത്തുവിടും എന്ന് പറഞ്ഞ് രാജേന്ദ്രനെ ഭീഷണിപ്പെടുത്തി. രാജേന്ദ്രനിൽ നിന്ന് കുറച്ച് പണം പറ്റി. അതിനുശേഷം അവർ സൈലന്റ് ആവുകയായിരുന്നു ചെയ്തത്. അവർ പറഞ്ഞ വിവരങ്ങൾ സത്യമാണോ എന്ന് ഉറപ്പിച്ച വിവേക് അവരോടത് SP മുമ്പിൽ വന്ന് പറയാനും ആവശ്യപ്പെട്ടു. ശേഷം മോഹൻദാസിനെ വിളിച്ച് താൻ അറിഞ്ഞ വിവരങ്ങളും വിവേക് പങ്കുവച്ചു. അന്വേഷണം തങ്ങളുടെ പക്കലല്ലാത്തതുകൊണ്ട് അവരിപ്പോ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നും എന്തായാലും SP-യുമായി ഒരു മീറ്റിംഗ് താൻ സംഘടിപ്പിക്കാം എന്നും മോഹൻദാസ് വിവേകിനെ അറിയിച്ചു. മറുവശത്ത് സെറീനയാകട്ടെ സിസ്റ്റർ സ്റ്റെഫിയുമായുള്ള അഭിമുഖം പത്രത്തിലൂടെ പുറത്തുവിട്ടിരുന്നു. അടുത്ത ദിവസം സജീവനെ SP-ക്ക് മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വിവേക് എത്തി. പക്ഷേ വിവേക് കണ്ടത് പറമ്പിൽ ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന സജീവനെയായിരുന്നു.
ഒറ്റനോട്ടത്തിൽ ആത്മഹത്യയാണെങ്കിലും അത് കൊലപാതകമെന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. വൈകാതെ ബിനുവും കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. വിവേകിന്റെ മുമ്പിലെ അന്വേഷണത്തിന്റെ വഴിയടയുകയായിരുന്നു. വിവേകിന് ഉറക്കം കിട്ടാതായി. രേഖയെ സ്വപ്നം കണ്ടെഴുന്നേറ്റ വിവേക് രാത്രിയിൽ കാതോട് കാതോരം സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിലെ സ്റ്റില്ലുകൾ തനിക്ക് കിട്ടിയത് പരിശോധിക്കുകയാണ്. ആ സമയം ആ സ്റ്റില്ലിൽ ഒരു വ്യക്തിയെ വിവേക് നോക്കിക്കണ്ടു. അയാളുടെ ഒരു കണ്ണ് അടഞ്ഞ രീതിയിലായിരുന്നു. വിവേക് അപ്പോഴാണ് ഫ്രാൻസിസ് തടത്തലിനെ താൻ അന്വേഷിച്ചു പോയപ്പോൾ മീറ്റ് ചെയ്ത ഒരു ചെറുപ്പക്കാരനെ പറ്റി ഓർക്കുന്നത്. അന്ന് അച്ഛൻ കണ്ണാശുപത്രിയിൽ ചികിത്സയിലാണ് എന്നയാൾ പറഞ്ഞിരുന്നു. അയാളുടെ കണ്ണും അതുപോലെ പാതി അടഞ്ഞ നിലയിലായിരുന്നു. ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തോന്നിയ വിവേക് അയാളെ കാണാൻ വീണ്ടും ചെന്നു. ഇതേ സമയം മറുവശത്ത് വിൻസെന്റ് ഫ്രാൻസിസ് തടത്തലിനെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. വിവേക് അന്വേഷിച്ചു പോയ അതേ പയ്യന്റെ അച്ഛൻ തന്നെയായിരുന്നു കൊലപാതകത്തിൽ പങ്കുചേർന്നിരുന്ന ഫ്രാൻസിസ് തടത്തിൽ. വൈകാതെ ഫ്രാൻസിസ് തടത്തലിന്റെ അടുത്തേക്കും വിവേക് എത്തിച്ചേർന്നു. ലൊക്കേഷൻ സ്റ്റില്ലുകൾ കാണിച്ച് വിവരങ്ങൾ ചോദിച്ചറിയാൻ വിവേക് ചോദിച്ചെങ്കിലും ഫ്രാൻസിസ് സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. താൻ അവിടൊന്നും പോയിട്ടേയില്ല എന്നായിരുന്നു ഫ്രാൻസിസിന്റെ മറുപടി. ശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ നേരം വിവേക് തനിക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി. രേഖയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ വന്നുചേർന്ന വ്യക്തികളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് ഞാനോ നിങ്ങളോ നിങ്ങളുടെ മകനോ ആകാം. നിങ്ങൾ എന്റെ മുമ്പിൽ ഒന്നും പറയാതെ വാതിൽ കൊട്ടിയടിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൊലപാതകയ്ക്ക് വേണ്ടിയാവാം. അതും പറഞ്ഞ് വിവേക് ഇറങ്ങാൻ നിന്നതും ഫ്രാൻസിസ് സംസാരിച്ചു തുടങ്ങി. കുഴിച്ചിട്ടത് ഞങ്ങളാണ് എന്നായിരുന്നു ഫ്രാൻസിസ് പറഞ്ഞത്. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഫ്രാൻസിസ് പറഞ്ഞു, വക്കച്ചനും പുഷ്പവും എല്ലാം തുടങ്ങി വെച്ചത് അവരായിരുന്നു സാറേ. മലക്കപ്പാറയിൽ വിശ്രമ ജീവിതത്തിനെത്തിയ ബിഷപ്പിന്റെ സഹായിയായിരുന്നു വക്കച്ചൻ. പുഷ്പം അവിടുത്തെ മഠത്തിലെ അന്തേവാസിയും. ബിഷപ്പ് താമസിക്കുന്ന വീട് ക്ലീൻ ചെയ്യാൻ കന്യാസ്ത്രീകൾ പോകുമ്പോ അവർ പുഷ്പത്തെയും കൊണ്ടുപോകുമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് വക്കച്ചന്റെ ചെറിയ തട്ടിപ്പുകൾ പുഷ്പം നേരിട്ട് കാണുന്നത്. ആൾക്കാർ ഡൊണേഷനായി കൊടുക്കുന്ന പണത്തിൽ നിന്ന് ബിഷപ്പ് പണം അലമാരയിൽ വെക്കാൻ വക്കച്ചനോട് പറയുമ്പോ വക്കച്ചൻ കുറച്ച് മോഷ്ടിച്ചിരുന്നു. പുഷ്പം അത് കണ്ടെന്ന് മനസ്സിലാക്കിയ വക്കച്ചൻ അതിൽ നിന്ന് ചെറിയൊരു ഷെയർ പുഷ്പത്തിന് കൊടുത്തു. അതായിരുന്നു അവരുടെ തട്ടിപ്പിന്റെ മോഷണത്തിന്റെ ആദ്യ തുടക്കം. പുഷ്പയും വക്കച്ചനും കൂടുതൽ പരിചയപ്പെട്ടു. മഠത്തിൽ നിന്ന് എങ്ങനെയും പുറത്തു ചാടി രക്ഷപ്പെടണം എന്ന് പുഷ്പം എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. വക്കച്ചനും പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പുഷ്പം വക്കച്ചനെ തന്റെ കൂടെ കൂട്ടി. അവർ ഒന്നിച്ച് ഒരു ടീമായി പ്രവർത്തിച്ചു. മഠത്തിലെ കുരുമുളകും മറ്റു വസ്തുക്കളുമൊക്കെ ആരും അറിയാതെ അവർ മോഷ്ടിച്ച് വിൽക്കാൻ തുടങ്ങി. അപ്രതീക്ഷിതമായി അവരുടെ പദ്ധതിയിലേക്ക് ഒരാൾ കൂടി കടന്നു വന്നു. പള്ളിവക സ്ഥലത്തെ കുടിയെടുപ്പുകാരനായിരുന്ന ബേബിയായിരുന്നു അത്. ബേബിയെയും അവർ പങ്കാളിയാക്കി. വൈകാതെ കൂടുതൽ വലുത് പ്ലാൻ ചെയ്യാൻ പുഷ്പം ആരംഭിച്ചു. മദറിന്റെ ഓഫീസിൽ ഡൊണേഷൻ പണം മുഴുവൻ സൂക്ഷിക്കുന്ന അലമാര പുഷ്പത്തിന് അറിയാമായിരുന്നു. അത് മോഷ്ടിക്കുവാൻ അവൾ പദ്ധതിയിട്ടു. ആ ഒരു സമയത്താണ് രേഖയെപ്പറ്റി ഭക്ഷണം കഴിക്കാൻ വന്ന സിസ്റ്റർ സ്റ്റെഫി പറയുന്നത് പുഷ്പത്തിന്റെ ചെവിയിലെത്തുന്നത്. മദർ ഇല്ലാത്ത ദിവസം സിസ്റ്റർ സ്റ്റെഫി രേഖയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരും. തങ്ങൾ മോഷണം നടത്തി മുങ്ങിയാൽ അടുത്ത ദിവസം പോലീസ് തങ്ങളെ അന്വേഷിച്ചു വരും എന്ന് പുഷ്പത്തിന് അറിയാമായിരുന്നു. ആ കുറ്റം രേഖയുടെ തലയിൽ കിട്ടിയാലോ തങ്ങളുടെ പുറകെ ആരും വരികയുമില്ല. ഒരു ദിവസത്തേക്ക് മാത്രം മഠത്തിലെത്തുന്ന പെൺകുട്ടി. എല്ലാ സാധ്യതയും പുഷ്പത്തിന്റെ മുമ്പിൽ തുറന്നു വന്നു. ആദ്യം പുഷ്പം ഒരു ചത്തയെലിയെ മദറിന്റെ മുറിയിൽ കൊണ്ടുചെന്നിട്ടു. അത് ക്ലീൻ ചെയ്യാനെന്നുള്ള മട്ടിൽ മദറിന്റെ മുറിയിലെത്തി. അവിടുത്തെ അലമാരയുടെ താക്കോലിന്റെ പ്രിന്റിംഗ് എടുത്തു. അതുപയോഗിച്ച് കള്ളത്താക്കോൽ ഉണ്ടാക്കാൻ വക്കച്ചനെ ഏൽപ്പിച്ചു. ബേബിയും വക്കച്ചനും കൂടി ചാലക്കുടിയിലെ ഒരു കൊല്ലന്റെ അടുത്ത് അതെത്തിച്ചു. ആ വിവരം ഫ്രാൻസിസ് തടത്തലിന്റെ ചെവിയിലെത്തിയിരുന്നു. എന്താണിവർ പദ്ധതിയിടുന്നത് എന്നറിയാൻ ഫ്രാൻസിസിന് അന്നേ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ മദറും മറ്റും ധ്യാനത്തിന് പോയി എന്നങ്ങാടിയിൽ പറഞ്ഞുകേട്ട ദിവസം ബേബിയും വക്കച്ചനും പല ഒരു ജീപ്പിൽ മഠത്തിലേക്ക് പോകുന്നതും വരുന്നതും ഫ്രാൻസിസ് ശ്രദ്ധിച്ചു. രേഖയുമായി സ്റ്റെഫി വരുന്ന ആ രാത്രി ഇറച്ചിയിൽ ഉറങ്ങാനുള്ള മരുന്ന് കലർത്തി ഏവരെയും ഉറക്കുവാൻ പുഷ്പം തീരുമാനിച്ചിരുന്നു. അന്നായിരുന്നു മോഷണത്തിന് അവർ ശ്രമിക്കാൻ തീരുമാനിച്ചതും. പക്ഷേ ഭക്ഷണം വിളമ്പുമ്പോ രേഖ തനിക്ക് ഇറച്ചി വേണ്ടെന്ന് പറഞ്ഞു. അത് പുഷ്പത്തെ വല്ലാതെ വെറുപിടിപ്പിച്ചിരുന്നു. അന്ന് രാത്രിയിൽ പുഷ്പം ഒട്ടും മടിച്ചില്ല. രേഖയുടെ മുറിയിലെത്തി കഴുത്തിനെരിച്ച് രേഖയെ കൊലപ്പെടുത്തി. ഏറെക്കുറെ ഇതേ സമയത്തായിരുന്നു അങ്ങാടിയിൽ നിന്ന് രാജേന്ദ്രനും ഫ്രാൻസിസും മഴയായതുകൊണ്ട് ഓടിപ്പോയിക്കൊണ്ടിരുന്നത്. മഠത്തിന്റെ ഭാഗത്ത് വക്കച്ചന്റെ ജീപ്പ് കിടക്കുന്നത് അവർ കണ്ടു. എന്താ കാര്യമെന്നറിയാൻ അവർ അകത്തേക്ക് കയറി ചെന്നു. അവർ കണ്ട കാഴ്ച രണ്ടുപേർ ചേർന്ന് കനമുള്ള എന്തോ പൊക്കിക്കൊണ്ടുവരുന്നതായിരുന്നു. മോഷണമായിരിക്കും എന്നായിരുന്നു അവർ ആദ്യം കരുതിയത്. പക്ഷേ അടുത്തു ചെന്നപ്പോഴാണ് രേഖയുടെ മൃതദേഹമാണത് എന്ന് വ്യക്തമാകുന്നത്. അവിടെ അടുത്തായി കുറേയധികം പണവും അവർ നോക്കിക്കണ്ടു. വിവരം പുറത്തു പറഞ്ഞാൽ അവരും തങ്ങളുടെ കൂടെ ഈ പ്രവർത്തിക്കുകയുണ്ടായിരുന്നു
എന്ന് പറഞ്ഞ് അവരെയും കൊടുക്കുമെന്ന് ബേബി അവരെ ഭീഷണിപ്പെടുത്തി. കൂടെ നിന്നാൽ പണവും കിട്ടും എന്ന അവസ്ഥ വന്നതോടെ ഫ്രാൻസിസ് അവരുടെ കൂടെ കൂടാൻ തയ്യാറായി. രാജേന്ദ്രൻ എപ്പോഴും വല്ലാതെ മടിച്ചു നിൽക്കുകയായിരുന്നു. അതിൽ പങ്കാളിയാകാൻ രാജേന്ദ്രന് മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ രാജേന്ദ്രനെ ഒറ്റയ്ക്ക് കൊടുക്കും, രാജേന്ദ്രനാണ് ആ പെണ്ണിനെ കൊന്നത് എന്ന് വരുത്തി തീർക്കും എന്നൊക്കെ പറഞ്ഞതോടെ ഭയന്ന് രാജേന്ദ്രനും അവരുടെ കൂടെ കൂടുകയാണ്. വീട്ടിൽ മകൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ബേബി അന്ന് തിരികെ പോയി. ഫ്രാൻസിസ് തടത്തിലും വിൻസെന്റ് എന്ന വക്കച്ചനും രാജേന്ദ്രനും ചേർന്നിട്ടായിരുന്നു മരച്ചോട്ടിൽ രേഖയുടെ മൃതദേഹം അടക്കം ചെയ്തത്. അടക്കം ചെയ്യുമ്പോൾ രേഖ മരണപ്പെട്ടിരുന്നില്ല, അവൾ അബോധാവസ്ഥയിലായിരുന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും അവരെല്ലാവരും മണ്ണ് വെട്ടിയിട്ട് ജീവനോടെ രേഖയെ അടക്കം ചെയ്തു. അതിന്റെ കുറ്റബോധം രാജേന്ദ്രനെ എപ്പോഴും വേട്ടയാടിയിരുന്നു. അങ്ങനെ രേഖ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന മുഴുവൻ വിവരം വിവേകിന് ലഭിക്കുകയാണ്. കൂട്ടത്തിൽ ഡിവൈഎസ്പി മോഹൻദാസും ഒക്കെ അറിഞ്ഞിരുന്നു. ഈ സമയത്ത് വിവേകിന് ചില സംശയങ്ങൾ തോന്നി. വിൻസെന്റിന്റെ ഭാര്യയായിട്ടുള്ള ആലീസാണ് പുഷ്പമെന്ന് അതുറപ്പിക്കാൻ ആശുപത്രിയിലായിരുന്ന ആലീസിന് വിവേക് ഒരു ബൊക്കെ കൊടുത്തു വിട്ടു. അതിൽ ഗെറ്റ് വെൽ സൂൺ പുഷ്പം എന്നെഴുതിയിരുന്നു. അത് കണ്ടതും ആലീസ് വല്ലാതെ പാനിക്കായി. പുഷ്പമാണ് ആലീസ് എന്ന് അത് തെളിയിക്കുന്നുണ്ടായിരുന്നു. അത് നോക്കിക്കണ്ട് വിൻസെന്റും ഞെട്ടിയിരുന്നു. ബൊക്കെ കൊടുത്തുവിട്ടത് ആരെന്നറിയാൻ വിൻസെന്റ് പുറത്തേക്ക് വന്നു. പുറത്തു നിൽക്കുന്ന വിവേകിനെ കണ്ടതും അയാളൊന്ന് ഷോക്കായി. വൈകാതെ എസ് പിയെ കണ്ട് കാര്യങ്ങൾ വിവേകും മോഹൻദാസും കൂടി വിശദീകരിച്ചു. പുഷ്പത്തിന്റെ പഴയൊരു കർച്ചീഫ് അവൾ ചെയ്ത എംബ്രോയിഡറി മഠത്തിൽ നിന്ന് കിട്ടിയിരുന്നെന്നും അതാണ് ആലീസ് ജുവല്ലറിയുടെ ലോഗോവായി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആലീസ് ഒരു സിഗ്നേച്ചർ വർക്കായി ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് ആലീസാണ് പുഷ്പമെന്ന് തനിക്ക് നല്ല സംശയമുണ്ട് എന്നും വിവേക് എസ് പിയോട് വ്യക്തമാക്കി. എല്ലാം കേട്ട് എസ് പി പറഞ്ഞു, നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ഒരു അസ്ഥികൂടം മാത്രമാണ്. എന്തൊക്കെ തെളിയിക്കണമെങ്കിലും ആദ്യം ആ അസ്ഥികൂടം രേഖയുടേതാണെന്ന് തെളിയിക്കണം. പസിലിലെ അവസാനത്തെ പീസ് അതാണ്. ആരാണ് രേഖയെന്ന് കണ്ടെത്തണം. ഇതേസമയം മറുവശത്ത് ആലീസ് വിൻസെന്റിനോട് സംസാരിക്കുകയായിരുന്നു. വിവേകൊക്കെ അറിഞ്ഞതുകൊണ്ട് വിവേകിനെ തീർത്തേക്കാൻ ആലീസ് വിൻസെന്റിനോട് പറഞ്ഞു. വിവേക് അന്ന് ഡ്രൈവ് ചെയ്തു പോകുമ്പോ വിവേകിന്റെ കാർ ആക്സിഡന്റ് ആവുകയാണ്. അതൊരു കൊലപാതക ശ്രമമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അപകടത്തിൽ ചെറിയ പരിക്കുകളോടെ വിവേക് രക്ഷപ്പെട്ടു. എന്നിരുന്നാലും രേഖയാരാണ് എന്നതിലേക്ക് എത്തിച്ചേരാൻ വിവേകിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ സെറീന കൊടുത്ത സ്റ്റെഫിയുടെ ആർട്ടിക്കിൾ വായിച്ച് രേഖയെ പറ്റിയുള്ള വിവരങ്ങൾ പറയാൻ എന്ന മട്ടിൽ ചിലരൊക്കെ സെറീനയെ വിളിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ആക്ടർ ജഗദീഷ് സെറീനയെ വിളിച്ചു. ചില കാര്യങ്ങൾ മീറ്റ് ചെയ്ത് പറയാനുണ്ടെന്ന് പറഞ്ഞു. വൈകാതെ വിവേകും സെറീനയും കൂടി ജഗദീശിനെ ചെന്ന് കാണുകയാണ്. തന്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ജഗദീഷ് വിവേകുമായി പങ്കുവച്ചു. ആർട്ടിക്കിളിൽ രേഖ മമ്മൂട്ടിയെ മമ്മൂട്ടി ചേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്, മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയിരുന്നു എന്നൊക്കെ വായിച്ച ജഗദീശിന് തനിക്കറിയാവുന്ന പെൺകുട്ടിയാണോ രേഖ എന്ന് സംശയം തോന്നിയിരുന്നു. ജഗദീഷ് എഴുതിയ ആദ്യ ചലച്ചിത്രം മുത്താരംകുന്ന് പിയോ. അതിലെ നായിക മമ്മൂട്ടി ചേട്ടൻ എന്ന പേരിൽ സിനിമാ നടന്മാർക്ക് കത്തുകളൊക്കെ എഴുതുന്ന വ്യക്തിയാണ്. ആ ക്യാരക്ടർ ഡെവലപ്പായതിനു പിന്നിൽ ഒരു കഥയുണ്ടായിരുന്നു. ജഗദീഷ് നടനായി വരുന്ന സമയം ജഗദീഷിനൊരു കത്ത് വന്നു. രേഖ എന്ന ഒരു പെൺകുട്ടിയിൽ നിന്നും ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു. ആദ്യത്തെ ആശംസ കത്തായതിനാൽ ജഗദീഷ് അത് ഓർത്തുവെക്കുകയും രേഖയ്ക്ക് മറുപടി അയക്കുകയും ചെയ്തു. പിന്നീട് കത്തിലൂടെ അവർ തമ്മിൽ സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ താൻ മമ്മൂട്ടി ചേട്ടന് കത്തുകൾ അയക്കാറുണ്ട് എന്ന് രേഖ ജഗദീഷിനെ എഴുതിയറിയിച്ചിരുന്നു. രേഖ പറഞ്ഞ ആ വാക്കുകളിൽ നിന്നായിരുന്നു ജഗദീഷ് ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ രേഖയുടെ ഒരു കത്ത് വന്നപ്പോ വീട്ടുകാരോട് എതിർത്തിട്ടാണെങ്കിലും താൻ സിനിമയിൽ അഭിനയിക്കാൻ പോകും എന്ന് പറഞ്ഞ രേഖ കത്തിട്ടിരുന്നു. അന്ന് ജഗദീഷ് വിദ്യാഭ്യാസമാണ് പ്രധാനമെന്നൊക്കെ പറഞ്ഞ് രേഖയ്ക്ക് മറുപടി കത്തെഴുതി. അതിനുശേഷം രേഖയുടെ കത്തോ വിവരമോ ഒന്നും വന്നിട്ടുമില്ല. ആദ്യം വന്ന കത്തായതുകൊണ്ട് രേഖയുടെ അഡ്രസ്സും രേഖ പത്രോസ് എന്ന പേരും ജഗദീഷ് ഓർക്കുന്നുണ്ടായിരുന്നു. രേഖയുടെ സ്ഥലം കന്യാകുമാരി ആയിരുന്നു എന്നും ജഗദീഷ് വിവേകിനോട് പറഞ്ഞു. വിവേകിന് വലിയ ലീഡ് കിട്ടിയതുപോലായിരുന്നു. ആ അഡ്രസ്സിൽ അന്വേഷിച്ച് വിവേക് കന്യാകുമാരിയിലെത്തി. അവിടെ വെച്ച് വിവേക് ആശ പത്രോസിനെ കാണുകയാണ്. രേഖയുടെ സഹോദരി. കുടുംബമായി ആശ അവിടെ താമസിച്ചു വരുന്നു. ആശയിൽ നിന്നും വിവേക് കാര്യങ്ങൾ മനസ്സിലാക്കി. ആശയുടെ സഹോദരിയായിരുന്നു രേഖ. അച്ഛനും അമ്മയ്ക്കുമൊപ്പം അവർ കന്യാകുമാരിയിലേക്ക് താമസം മാറിയെത്തുകയായിരുന്നു. അതവർക്ക് പുതിയൊരു ലോകമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് രേഖയ്ക്ക് സിനിമയോടുള്ള അഭിനിവേശം വർദ്ധിക്കുന്നത്. VCRൽ തൃഷ്ണ എന്ന സിനിമ അച്ഛനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വാടകയ്ക്കെടുത്ത് കണ്ട രേഖ അന്നു മുതൽ മമ്മൂട്ടിയുടെ വളരെ വലിയ ആരാധികയായി മാറി. പിന്നീട് മമ്മൂട്ടി ചേട്ടൻ എന്ന പേരിൽ മമ്മൂട്ടിക്ക് കത്തുകൾ എഴുതി. സിനിമാ മാസികകൾ വായിച്ച് പല നടന്മാർക്കും രേഖ കത്തെഴുതാനൊക്കെ ആരംഭിച്ചു. ഒരു സിനിമാ നടിയാവണം എന്നൊക്കെ രേഖ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ ഒരു സമയത്താണ്
തിരികെ വന്നൊരു മറുപടി കത്ത് രേഖയുടെ അച്ഛന്റെ കയ്യിൽ കിട്ടുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിരുന്ന രേഖയുടെ അച്ഛൻ അതിന്റെ പേരിൽ അവളെ മർദ്ദിച്ചു. അന്ന് രാത്രിയാണ് രേഖ വീട് വിട്ടു പോകുന്നത്. പിന്നീട് രേഖയെപ്പറ്റി ഒരു വിവരവും അവർക്ക് ലഭിച്ചിരുന്നില്ല. രേഖയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. എന്നെങ്കിലും ചേച്ചി വന്നെങ്കിലോ എന്ന് ചിന്തിച്ച് ആശ അപ്പോഴും ആ നാട്ടിൽ തുടർന്നു. അങ്ങനെ അത് ആശയുടെ നാടായി മാറി. വിവേക് രേഖയുടെ കൊലുസ് ആശയെ കാണിച്ചു. അത് രേഖയുടേതാണ് എന്നാശ തിരിച്ചറിയുകയും ചെയ്തു. പിന്നാലെ മോഹൻദാസ് വിൻസെന്റിന്റെ മകനെ വിളിപ്പിച്ചിരുന്നു. പുഷ്പത്തിന്റെ പഴയ ഫോട്ടോയും അമ്മയുടെ ഫോട്ടോയും കാണിച്ച് പുഷ്പമാണ് ആലീസ് എന്ന കാര്യവും എല്ലാ കാര്യങ്ങളും മോഹൻദാസ് അവനോട് വിശദീകരിച്ചു. കാര്യങ്ങൾ വിൻസെന്റിന്റെ മകന് വ്യക്തമായി. അന്ന് വീട്ടിലേക്ക് എത്തിയ അയാൾ അമ്മയെയും അച്ഛനെയും ആ ഫോട്ടോ അടക്കം കാണിച്ച് ചോദ്യം ചെയ്തു. നിങ്ങളൊക്കെ ശരിക്കും ആരാണ് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയി. പുഷ്പത്തിന് അതൊക്കെ ഒരു ഷോക്കായിരുന്നു. തങ്ങൾ ഇത്രനാളും സൂക്ഷിച്ച രഹസ്യം പുറത്തു വന്നിരിക്കുന്നു. വിൻസെന്റിന് പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു. പോലീസ് വന്ന് തന്നെ കൊണ്ടുപോകുമെന്നും ഇനിയുള്ള കാലം എന്നും വേദനയോടെ ആലീസ് പറഞ്ഞു. ആലീസിനോട് സ്നേഹമുണ്ടായിരുന്ന വക്കച്ചൻ ആലീസിന്റെ തലയിൽ തലോടിക്കൊണ്ട് ആലീസെ നിന്നെ ആരും കൊണ്ടുപോകില്ല, നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം മുട്ടിച്ച് അവിടെ വെച്ച് കൊലപ്പെടുത്തുകയാണ്. അധികം വൈകാതെ DNA റിസൾട്ട് വന്നു. അസ്ഥികൂടം രേഖയുടേതാണെന്ന് തെളിഞ്ഞിരുന്നു. പൂർണ്ണ തെളിവ് കയ്യിലെത്തിയതും പോലീസ് നടപടി ആരംഭിച്ചു. അവർ വിൻസെന്റിനെ അറസ്റ്റ് ചെയ്തു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ജഗദീഷിന്റെ ഫോൺ കോൾ വിവേകിനെ തേടിയെത്തി. ഒരാൾക്ക് വിവേകിനെ കാണണം എന്ന് ജഗദീഷ് പറയുന്നുണ്ടായിരുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോ അത് സർപ്രൈസ് ആയിരിക്കട്ടെ എന്ന് മാത്രം ജഗദീഷ് പറഞ്ഞു. കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞപ്പോ വീണ്ടു കിട്ടിയ രേഖയുടെ അസ്ഥികൂടങ്ങൾ ആചാരകർമ്മങ്ങൾ പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു. ആ ചടങ്ങിൽ ടെഫിയും വിവേകും ആശാ പത്രോസും അടക്കം കുറച്ചുപേർ പങ്കെടുത്തിരുന്നു. അന്ന് അവിടെ നിന്ന് പോരുമ്പോ രേഖയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ തന്നുവിട്ടതാണ് എന്ന് പറഞ്ഞൊരു കത്ത് വിവേക് ആശയ്ക്ക് കൊടുത്തു. ആശ അത് തുറന്നു. അതിലുണ്ടായിരുന്നത് മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ ആയിരുന്നു. പിന്നിൽ പ്രിയപ്പെട്ട രേഖയ്ക്ക് സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടൻ എന്നും എഴുതിയിരുന്നു. കഥ അവിടെ നിന്നും വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോകുന്നു. രേഖ ജീവനോടെ ഉണ്ടായിരുന്ന സമയം സിനിമാ മാസിക വാങ്ങിക്കുവാൻ അവൾ ഒരു കടയിലേക്ക് ചെന്നിരുന്നു. അന്നവൾ അതിലൊരു വാർത്ത കണ്ടു. KG ജോർജ് മമ്മൂട്ടി ചിത്രത്തിലേക്ക് പുതുമുഖ നായികയെ തേടുന്നുവെന്ന്. അതിനെ തുടർന്നായിരുന്നു രേഖ ആ നാട് വിട്ടുപോകുന്നത്. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ക്രൈം ഡ്രാമ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.